ഇന്ന് അമ്പലത്തിൽ പോയി രാവിലെ തന്നെ. നാട് വിട്ട് നിന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ നാട് വിട്ട് നിന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് അമ്പലത്തിലൊക്കെ പോവുക, രാവിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബായിരിക്കും. റെഡി ടു ഗോ. കാരണം എനിക്ക് കുറച്ച് റീചാർജ് ആവുന്ന പോലെ തോന്നും, കുറച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ തോന്നും. വേറെ എവിടെ പോയാലും എനിക്ക് അങ്ങനെ കിട്ടാറില്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഗുരുവായൂരൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട, എപ്പോഴും ഗുരുവായൂർ പോകാനായിട്ട് സാധിക്കാറില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളാണല്ലോ നമ്മൾ പോവുക. പിന്നെയെന്ന് പറയുന്നത്, ദൂരെ നിൽക്കുമ്പോൾ നമ്മുടെ നാട് മിസ് ചെയ്യുമെന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദൂരെ അപ്പം ഞാൻ പറയും, പിന്നെ നാട് മിസ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മളൊരു 3-4 കൊല്ലം നമ്മൾ നാട് വിട്ട് വീടൊക്കെ വിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, നമുക്ക് നന്നായിട്ട് ഫീലാവും. നമ്മളറിയാണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് അത് വരും. ഒരു പക്ഷേ പറയുന്ന മാതിരി ഹോം സിക്നെസ് എന്നൊക്കെ പറയുന്നു ചിലവർ, നാട് വിട്ട് വീട് വിട്ട് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ നാട്ടിൽ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, കേരളത്തിൽ ഒരുപാട് ഈ സിനിമയിൽ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപയുണ്ട്. ഈ പച്ചപ്പും ഹരിതാപയും നമ്മളുടെ മനുഷ്യന്മാർക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്. മെൻ്റലി സ്ട്രെസ് റിലീഫിനും എല്ലാത്തിനും നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു കാമാവും നമ്മുടെ മൈൻഡ്. അതുപോലെയാണ് നമ്മുടെ നാട്. ഈവൻ ഇപ്പോൾ പാലക്കാടൊക്കെ പോയാൽ ഇപ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് പാലക്കാടേക്ക് ഒന്ന് പോകണം, എങ്ങനെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകണം. അപ്പോൾ എനിക്ക് തോന്നിയതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ വഴികളിലൂടെ ഒരുപാട് ഈ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനൊരു ഇതുപോലത്തെ ഇപ്പോൾ ഉള്ളൊരു ഫീല്. കാരണം അന്ന് ഞാൻ എന്നും കാണുന്ന അമ്പലം, എന്നും കാണുന്ന സ്ഥലം, ഇന്നും ഞാൻ പോകുന്നൊരു സ്ഥലം, പിന്നെ അതിൽ എന്ത് സ്പെഷ്യാലിറ്റി എന്തായാലും ഉള്ളത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ജോലി ചെയ്ത് ഒരു 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നവർക്ക് എസ്പെഷ്യലി തോന്നാതിരിക്കില്ല എന്തായാലും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ബി. Anyway, that's it. Thank you.